ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർട്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റിലത്തെ 4th യൂണിറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫിസിക്കൽ എക്സസൈസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോൺസെപ്റ്റ്, മീനിങ്, ഡെഫിനിഷനൊക്കെയാണ് അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഏകദേശം എല്ലാം ഒരേ സംഭവം തന്നെയാണ് കേട്ടോ. കോൺസെപ്റ്റ്, മീനിങ്, ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഒന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒന്ന്, അതിൻ്റെ കോൺസെപ്റ്റ് പറയുന്ന ഒന്ന്, അതിൻ്റെ മീനിങ് പറയുന്ന അത്രേ ഉള്ളൂ. സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ സെപ്പറേറ്റ് ചോദിച്ചുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് കൊടുക്കുന്നത്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇസ് ആൻ എഡ്യൂക്കേഷണൽ പ്രോസസ് ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, മോട്ടോർ സ്കിൽസ് ആൻഡ് കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ റിലേറ്റഡ് ആയിട്ടുള്ള മോട്ടോർ സ്കില്ലുകളെ കുറിച്ചും ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ അതിലൊക്കെയും ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഗ്രോത്ത്. അതിനകത്ത് ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. അതിൽ എന്തൊക്കെ പെടും? ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വിടും, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിടും, സോഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വിടും, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് വിടും. ഇനി അതിൻ്റെ മീനിങ് നോക്കുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ആൻ എഡ്യൂക്കേഷണൽ പ്രോസസ് ദാറ്റ് എയിംസ് ടു ഡെവലപ്പ് ഇൻഡിവിജ്വൽസ് ഫിസിക്കൽ ഫിറ്റ്നസ്, മോട്ടോർ സ്കിൽസ് ആൻഡ് കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് ആളുകളുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഫിസിക്കൽ ഫിറ്റ്നസ്സും മോട്ടോർ സ്കില്ലുകളും അതേപോലെ തന്നെ കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഈ പറയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിലേക്കും റെഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എയിം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൊരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എൻകോംപസസ് എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് സ്പോർട്സ്, ഗെയിംസ്, എക്സസൈസ് ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് വിത്ത് ദ ഗോൾ ഓഫ് പ്രൊമോട്ടിംഗ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ്. മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റും വെൽബീയിങ്ങും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? സ്പോർട്സ്, ഗെയിംസ്, എക്സസൈസ്, അങ്ങനത്തെ ഒരുപാട് ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതിനകത്ത് പറയാനുള്ളത് ഡെഫിനിഷനാണ്. Physical education is an educational process that aims to develop individuals' physical fitness, motor skills and cognitive understanding of physical activity through planned and structured instruction. അവിടെ നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. നമുക്ക് ആ മൊത്തത്തിലുള്ള മോട്ടോർ സ്കില്ലുകളുടെയും ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അത്രയാണ് നമുക്ക് ഡെഫിനേഷനിൽ നോക്കാനുള്ളത്. പിന്നെ അതിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ എയിംസ് എന്തൊക്കെയാണ്? ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അല്ലേ, അതായത് മൊത്തത്തിലുള്ള, അതായത് ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ, കോഗ്നിറ്റീവ് ആയിട്ടുള്ള എല്ലാ തലങ്ങളിലുമുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് അതിൽ മെയിനായിട്ടും എയിം ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ്, മോട്ടോർ സ്കിൽസ് ആൻഡ് ഓവറോൾ ഹെൽത്ത്. പിന്നെ ലൈഫ് ലോങ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് എൻകറേജ് ചെയ്യുക, ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടൊക്കെയുള്ളൊരു ഓവറോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക, ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കൂടെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. അതൊക്കെയും അതിൻ്റെ എയിംസ് ആണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഡെവലപ്പ് മോട്ടോർ സ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ ഡെഫിനിഷൻ്റെ ഒക്കെ ഭാഗത്ത്. മോട്ടോർ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്തെടുക്കുക. പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഫോസ്റ്റർ കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, അതേപോലെ നമ്മുടെ അത്തരത്തിലുള്ള എബിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി സ്കോപ്പാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്കോപ്പ് എവിടേക്കാണ് വരുന്നത്? ഒന്ന് സ്പോർട്സ് ആൻഡ് ഗെയിംസിലാണ് അല്ലേ, അത് നമുക്ക് ആവശ്യമാണ്. വേരിയസ് സ്പോർട്സ്, ഗെയിംസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. പിന്നെ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്സിൽ ആവശ്യമാണ്. പിന്നെ റീക്രിയേഷൻ ആൻഡ് ലെയ്ഷർ. ഇപ്പോൾ ലെയ്ഷറിൻ്റെ മേഖലകളിലാണ് നമുക്ക് അങ്ങനെ എടുക്കാം, ഒരു എന്താ പറയുക ടൈം പാസ് എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീക്രിയേഷൻ എന്നുള്ള രീതി, റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആയിട്ട്, അതല്ല ഔട്ട്ഡോർ എഡ്യൂക്കേഷൻ ആയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്കത് എടുക്കാം. ഹെൽത്ത് റിലേറ്റഡ് നോളജ്, ഹാബിറ്റ്, പ്രാക്ടീസസ് ഒക്കെ നമുക്ക് അതിൽ കൂടെ കിട്ടും. പിന്നെ എന്താണ് അഡാപ്റ്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ട് കൂടെ നമുക്ക് അതിൻ്റെ സ്കോപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് നീഡ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ നീഡ്? ഇതൊക്കെ സെയിം സംഭവങ്ങൾ തന്നെയായിട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ലൈനൊന്നും ഞാൻ വായിക്കുന്നില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ നീഡ്സ് എന്താണ്? ഒന്ന് ഫിസിക്കൽ ഹെൽത്ത് തന്നെയാണല്ലേ തീർച്ചയായിട്ടും. പിന്നെ എന്താണ് മെൻ്റൽ ഹെൽത്ത്, പിന്നെ സോഷ്യൽ ബെനിഫിറ്റ്, സാമൂഹികപരമായിട്ട്, മാനസികപരമായിട്ട്, അതുപോലെ ഫിസിക്കലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഹെൽത്തിനും അല്ലെങ്കിൽ ബെനിഫിറ്റിനും നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിലോ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്, മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റാണ് കിട്ടുന്നത്. ഫിസിക്കലായിട്ടുള്ള, അതേപോലെ തന്നെ മെൻ്റൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള ഒക്കെ ഡെവലപ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ലൈഫ് ലോങ് ഹാബിറ്റ്സ് ആണല്ലേ, മൊത്തത്തിൽ നമുക്ക് ആ ലൈഫ് ലോങ് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ കൂടിയാണ്. പിന്നെ ഇംപ്രൂവ്ഡ് അക്കാഡമിക് പെർഫോമൻസ്, നമുക്ക് ആരോഗ്യം ഉണ്ടായാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ദാറ്റ് എനേബിൾസ് ഇൻഡിവിജ്വൽസ് ടു പെർഫോം ഡെയിലി ടാസ്ക്സ്, എൻജോയ് ലേഷർ ആക്ടിവിറ്റീസ് ആൻഡ് മീറ്റ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ്സ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ലേഷർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെയിലി ടാസ്കുകളായിക്കോട്ടെ, അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ എനേബിൾ ചെയ്യുന്ന ഒരു എന്താ പറയുക ആരോഗ്യത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഫിറ്റ്നസ്. അതായത് ഫിസിക്കലി ഫിറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തനാണ് ആ ഒരു ശരീരം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്നാണ് ഫിസിക്കലി ഫിറ്റ് ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്, ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് എ മെഷർ ഓഫ് ദ ബോഡീസ് എബിലിറ്റി. ഓർത്ത് വയ്ക്കേട്ടോ, ബോഡിയുടെ എബിലിറ്റിയാണ് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ടു ഫംഗ്ഷൻ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ഇൻ വർക്ക് ആൻഡ് ലേഷർ ആക്ടിവിറ്റീസ്, ടു ബി ഹെൽത്തി ആൻഡ് ടു റെസിസ്റ്റ് കൈനറ്റിക് ഡിസീസസ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ആ ഒരു ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഏബിളാണ്, നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ ഏബിളാണ്, എഫിഷ്യൻ്റ് ആണ്, അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, മോചനം നേടാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് നിർത്താനൊക്കെ ഏബിളാണ് എന്നതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് ഹെൽത്ത് റിലേറ്റഡ് കമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ മേഖലയിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കണം. അപ്പോൾ ഇത് എടുത്ത് പറഞ്ഞിട്ടുള്ള കമ്പോണൻസ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ആണ് അതിൽ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ എന്താണ് കാർഡിയോ റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ തന്നെ ഹാർട്ട് റിലേറ്റഡ്, അതേപോലെ തന്നെ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എബിലിറ്റി ഓഫ് ദ ഹാർട്ട്, ലങ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് ടു ഡെലിവർ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ടിഷ്യൂസ് ഡ്യൂറിങ് പ്രൊലോങ്ഡ് എക്സസൈസ്. നമുക്കറിയാം എക്സസൈസ് അല്ലെങ്കിൽ ദേഹം അനങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടും, അതേപോലെ തന്നെ ഓക്സിജൻ്റെ ആവശ്യം നമുക്ക് വേണ്ടി വരും, ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എബിലിറ്റിയാണ്. ഹാർട്ടിന് ഈ പറഞ്ഞ പോലെ ബ്ലഡ് പമ്പ് ചെയ്യാനും, ലങ്സിനാണെങ്കിൽ ആ ഒരു ഓക്സിജൻ എടുക്കാനും അതേപോലത്തെ കാര്യങ്ങൾക്കും, അതേപോലെ ബ്ലഡ് വെസൽസിന് ഈ പറയുന്ന ഓക്സിജനെ കൊണ്ടുപോകാനും ബ്ലഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹാർട്ടിനെയും ലങ്സിനെയും ബ്ലഡ് വെസൽസിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, ഏബിളാക്കി വെക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. പിന്നെ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, സ്റ്റാമിന വരും, അതേപോലെ തന്നെ നമുക്ക് റിസ്കുകൾ, ക്രോണിക് ഡിസീസുകൾ വരാനുള്ള റിസ്കുകളൊക്കെ കുറയും. എക്സാമ്പിൾ റണ്ണിങ്, സൈക്ലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. പിന്നെ മസ്കുലാർ സ്ട്രെങ്ത് ആണ്. നമുക്കറിയാം മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പേശികളുടെയൊക്കെ ബലം അല്ലേ, പേശി ബലം നമുക്ക് പറയാം, മസിലുകളുടെ ബലം. അതെന്താ ഉദ്ദേശിക്കുന്നത്, എബിലിറ്റി ഓഫ് മസിൽസ് ടു എക്സേർട്ട് ഫോഴ്സ് അഗൈൻസ്റ്റ് റെസിസ്റ്റൻസ്. ഫോഴ്സ് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് മസിലുകൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ മസിലുകളുടെ എബിലിറ്റീനെയാണ് നമ്മൾ മസ്കുലാർ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കിട്ടുന്നതിൽ കൂടെ നമുക്ക് എന്തൊക്കെ സാധിക്കുന്നു, മസിൽ മാസ് കൂട്ടാൻ സഹായിക്കുന്നു, ബോൺ ഡെൻസിറ്റി കൂട്ടാൻ സഹായിക്കുന്നു, മൊത്തത്തിലുള്ള ഫിസിക്കൽ ഫംഗ്ഷനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണ് അതിൽപ്പെടുക, വെയിറ്റ് ലിഫ്റ്റിംഗ്, അതേപോലെ തന്നെ ബാൻഡ് എക്സസൈസുകൾ, അതേപോലെ ബോഡി വെയിറ്റ് എക്സസൈസുകളൊക്കെ അതിനകത്ത് പെടുന്ന കാര്യമാണ്. പിന്നെ മസ്കുലാർ എൻഡ്യൂറൻസ് ആണ്. മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ എന്താ പറയുക ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്നത് മസിൽസിൻ്റെ കാര്യത്തിൽ മാത്രം വരുന്ന എൻഡ്യൂറൻസ് ആണ്. അതായത് എബിലിറ്റി ഓഫ് മസിൽസ് ടു സസ്റ്റെയിൻ ആക്ടിവിറ്റി ഓവർ ടൈം. മസിലുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹാർട്ടിനും ലങ്സിനും ഒക്കെ ഒരു ബ്ലഡ് പമ്പ് ചെയ്യാനും ഓക്സിജൻ ഫ്ലോ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആവശ്യമായ കഴിവിനെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഇപ്പോൾ സെക്കൻഡ് പറയുന്നത് എന്താണ്, മസിൽസിന് ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവിനെയാണ് മസ്കുലാർ എൻഡ്യൂറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സാധിക്കുന്നു, മസ്കുലാർ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, ഫാറ്റിഗ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ അത്ലറ്റിക് മേഖലകളിലൊക്കെയുള്ള പെർഫോമൻസ് നന്നായി കൊണ്ടുവരാൻ സാധിക്കുന്നു. അതിൽ എക്സസൈസുകൾ, സർക്യൂട്ട് ട്രെയിനിങ്ങുകൾ, എൻഡ്യൂറൻസ് സ്പോർട്സുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റേഞ്ച് ഓഫ് മോഷൻ ഇൻ ജോയിൻറ്റ്സ് ആൻഡ് മസിൽസ്, നമ്മുടെ പേശികളും അതേപോലെ സന്ധികളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇളക്കാനും ചലിപ്പിക്കാനൊക്കെ പറ്റുന്നതിനാണ് ഫ്ലെക്സിബിൾ. ഞാൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്, എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണെന്ന് പറയില്ല. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വളയ്ക്കാനും മടക്കാനും നിവർത്താനും എണീക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ മൊബിലിറ്റി, നമുക്ക് ചലിക്കാൻ സുഖമായിരിക്കും, ഒന്നിനും കൈ കൊണ്ടും കാലുകൊണ്ടൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താ പെട്ടെന്ന് നമുക്ക് മുറിവുകളൊന്നും സംഭവിക്കില്ല. പിന്നെ അത്ലറ്റിക്സിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസ്, യോഗ, പൈലറ്റ്സ് സംഭവങ്ങളൊക്കെ എന്താ ഫ്ലെക്സിബിലിറ്റിയിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ബോഡി കമ്പോസിഷനാണ്.
ആ ഒരു കമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതാണ് പ്രപ്പോർഷൻ ആണല്ലേ, കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രപ്പോസിഷൻ അല്ല, ആ ഒരു പ്രപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപ്പോർഷൻ ഓഫ് ബോഡി ഫാറ്റ് ടു ലീൻ ബോഡി മാസ്, ബോഡി മാസും ബോഡി ഫാറ്റും തമ്മിലുള്ള ഒരു പ്രപ്പോർഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുന്നു, അതേപോലെ ക്രോണിക് ഡിസീസുകളെ കുറയ്ക്കുന്നു, അത്ലറ്റിക് പെർഫോമൻസുകളിലൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കുന്നു. പല എക്സാമ്പിളായിട്ട് നമുക്ക് ഈറ്റിംഗ് ഹാബിറ്റുകൾ, അതേപോലെ ഭക്ഷണം റെഗുലറായിട്ട് കഴിക്കുക, അതേപോലെ അല്ലെങ്കിൽ എന്താ പറയുക നല്ല രീതിക്കുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പോഷകാഹാരങ്ങൾ കഴിക്കുക, എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യുക, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ മാറ്റി നല്ല രീതിക്കുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം? ഫിസിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് ഞാൻ ഫിസിക്കൽ ബെനിഫിറ്റ്, മെൻ്റൽ ബെനിഫിറ്റ്, ഇമോഷണൽ ബെനിഫിറ്റ് എന്നൊക്കെ പണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നിരിക്കണം. നിങ്ങൾക്ക് ഇത് ഒന്നിച്ച് എഴുതാം കേട്ടോ, ഇതിങ്ങനെ എഴുതണമെന്നൊരു നിർബന്ധമില്ല. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു 3-4 കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സൈഡ് ഹെഡിങ് ഓർത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ പോയിന്റുകൾ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് പോയിന്റ് ആക്കിയിരിക്കുകയാണ്. ഫിസിക്കൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? വെയിറ്റ് മാനേജ്മെൻറ്റ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യും. പിന്നെ എന്താണ്? ഇംപ്രൂവ്ഡ് കാർഡിയോ വസ്കുലർ ഹെൽത്ത്, ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. പിന്നെ എന്താണ്? ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി, സ്ട്രോങ് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക. പിന്നെ ബെറ്റർ സ്ലീപ്പ്, നന്നായിട്ട് ഉറക്കം കിട്ടും അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ നല്ല രീതിയിൽ കുറയും. പിന്നെ മെൻ്റൽ ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്, നമുക്കൊരു കാര്യം പഠിക്കുമ്പോഴായിക്കോട്ടെ വേറെ എന്ത് കാര്യം ആയിക്കോട്ടെ അതിൽ ശ്രദ്ധ കൂടുതൽ കിട്ടും അല്ലേ, ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. ബൂസ്റ്റഡ് സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ അവരുടെ റെസ്പെക്ട്, അവരുടെ സെൽഫ് എസ്റ്റീം നമുക്ക് കിട്ടും, അതൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇനി ലോങ് ടേം ബെനിഫിറ്റുകളാണ് പറയുന്നത്, മൊത്തത്തിൽ കുറേ കാലത്തേക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? റെഡ്യൂസ് റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസുകളൊക്കെ വരാതെ, ഡയബറ്റിക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ വരാതെ നോക്കാം. അതേപോലെ ഇംപ്രൂവ്ഡ് ബോൺ ഡെൻസിറ്റി, നമ്മുടെ അസ്ഥികൾക്കൊക്കെ നല്ല ബലം ഉണ്ടായിരിക്കും. ഇൻക്രീസ്ഡ് ലോങ്ങിവിറ്റി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്ന? ഫിസിക്കൽ ആക്ടിവിറ്റി, റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓവറോൾ ബെനിഫിറ്റ് എന്താണ്? എൻഹാൻസ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ക്വാളിറ്റി കൂടുന്നു. ഇൻക്രീസ് എനർജി ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഫിസിക്കൽ എയറോബിക്സ് ആൻഡ് അൺഎയറോബിക് എക്സസൈസ്. അപ്പോൾ എന്താണ് എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ലോ ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ദാറ്റ് റിക്വയർസ് ഓക്സിജൻ ടിപ്പിക്കലി ലാസ്റ്റിംഗ് ലോങ്ങർ ദാൻ 2 minutes. അതായത് നമുക്ക് ഓക്സിജൻ ആവശ്യമാണ്, പക്ഷേ ഇതെങ്ങനെയാണ്? ലോ ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള എക്സസൈസ് ആയിരുന്നു. ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസ്, ഭയങ്കര കഠിനമായിട്ടുള്ള എക്സസൈസുകളല്ല, ലോ ടു മോഡറേറ്റ് ലെവലിലുള്ള എക്സസൈസുകളാണ് നമ്മൾ എയറോബിക് എക്സസൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റണ്ണിങ്, സൈക്ലിങ്, സ്വിമ്മിങ്, ബ്രിസ്ക് വാക്കിങ്, ഇതൊക്കെ ഒരു ശരാശരി മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ എയറോബിക് എക്സസൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അനഎയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണ്, ദാറ്റ് ഡസൻറ്റ് റിക്വയർ ഓക്സിജൻ, ടിപ്പിക്കലി ലാസ്റ്റിംഗ് ലെസ് ദാൻ 2 minutes. അപ്പോൾ ഇവിടെ എന്താണ്? ഹൈ ഇൻറ്റൻസിറ്റി ആണ് എക്സസൈസുകൾ വരുന്നത്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ റണ്ണിങ്ങും സൈക്ലിങ്ങും ഒന്നും അല്ല, കറക്റ്റായിട്ട് വെയിറ്റ് ലിഫ്റ്റിങ്, സ്പ്രിൻറ്റിങ്, അതേപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെല്ലുള്ള ട്രെയിനിങ്, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? അത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കില്ല, അതിനോട് താല്പര്യമുള്ള റെഗുലർ ചെയ്യുന്ന ആളുകൾ മാത്രം ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. അനഎറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളെയാണ് ആ കാറ്റഗറിയിൽ പെടുത്തുക. പിന്നെ അതിൻ്റെ നീഡും ഇമ്പോർട്ടൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നീഡ് എന്താണ്? ഓവറോൾ ഫിറ്റ്നസ് ആണ്. ഇതൊക്കെ സെയിം പോയിന്റ്സ് തന്നെ എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന കേട്ടോ. ഡിസീസുകളിൽ നിന്നുള്ള പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്ഡ് മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻസ് എന്താണ്? കോംപ്രഹെൻസീവ് ഹെൽത്ത് ബെനിഫിറ്റ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ കിട്ടുന്നു. ഇംപ്രൂവ്ഡ് ഫിസിക്കൽ ഫംഗ്ഷൻ, നമ്മുടെ ഫിസിക്കൽ ഫംഗ്ഷനുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇൻക്രീസ്ഡ് ലോങ്ങിവിറ്റി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. പിന്നെ എന്താണ്? എഫക്ട്സ് ഓഫ് എക്സസൈസ് ഓൺ വേരിയസ് സിസ്റ്റംസ്. ഈ എക്സസൈസുകൾ ഓരോ സിസ്റ്റത്തെയും എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ഫസ്റ്റ് മസ്കുലാർ സിസ്റ്റം ആണ് അല്ലേ, നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്, സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മസ്കുലാർ സിസ്റ്റത്തിനെ, ആ പേശികളെയൊക്കെ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇൻക്രീസ് സ്ട്രെങ്ത്, പേശികൾക്കൊക്കെ നല്ല ബലം കിട്ടും. പിന്നെ എന്താണ്? ഇംപ്രൂവ്ഡ് ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ എൻഹാൻസ്ഡ് എൻജോറൻസ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ആക്ടിവിറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും അതിൽ നിലനിൽക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ എന്താ? സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാലോ ഇംപ്രൂവ്ഡ് കാർഡിയോ വസ്കുലാർ ഹെൽത്ത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാർഡിയോ വസ്കുലാർ ഹെൽത്ത് എന്നുള്ള സംഭവം പോയിന്റ് ഓർത്ത് വയ്ക്കുക. അതിൽ തന്നെ പോയിന്റ്സ് ആയില്ലേ, ഹാർട്ടായി, ലങ്സ് ആയി, ബ്ലഡിൻ്റെ ഫ്ലോ ആയി, എല്ലാ സംഭവങ്ങളും നമുക്ക് അതിനകത്ത് എഴുതാം. പിന്നെ ഇൻക്രീസ്ഡ് ഓക്സിജൻ ഡെലിവറിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർക്കുലേറ്ററി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇംപ്രൂവ് ഡൈജഷൻ, നല്ല രീതിയിൽ ഡൈജഷൻ നടക്കും. ഇതിൽ നിങ്ങൾ ഈ സബ് പോയിന്റുകൾ ഓർത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ആ സൈഡ് ഹെഡിങ്ങുകൾ ഓർത്ത് വയ്ക്കുക. അത് വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാമിന് എഴുതും. അത് ഓർത്താൽ തന്നെ ഉള്ളിലേക്ക് പോയിന്റ്സ് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ സൈഡ് ഹെഡിങ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. പിന്നെ അപ്പറ്റൈറ്റ് റെഗുലേഷൻ, നമുക്ക് കറക്റ്റായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളെ എന്തിന് സഹായിക്കുന്നു? റെഗുലേറ്റ് അപ്പറ്റൈറ്റ് ആൻഡ് ഇംപ്രൂവ് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ, കറക്റ്റായിട്ട് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ നടത്താനും വിശപ്പിനും അതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആവശ്യമാണ്. പിന്നെ നെർവസ് സിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കുന്നു? റെഡ്യൂസ് സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കും. ഇമ്പ്രൂവ്ഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, നമ്മുടെ മെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്, ഇൻക്രീസ് ലങ് കപ്പാസിറ്റി, ശ്വാസകോശം റിലേറ്റഡ് ആയിട്ടുള്ള ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇംപ്രൂവ്ഡ് ഗ്യാസ് എക്സ്ചേഞ്ചും നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ആ ഒരു എബിലിറ്റി, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു എക്സ്ചേഞ്ചും നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മുടെ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനായിട്ടുള്ളൂ. താങ്ക്